മണ്ടു മണ്ടു അവിടെ അവിടെ എന്താ നോക്കി അവിടെ അവിടെ ഒരു പല്ലി ചത്ത് കിടക്കണോ പല്ലി പല്ലി കൊടയല്ലേ കൊടയല്ലേ പോയത് എടുക്ക് എവിടെയാ അവിടെ ആ റൂമിലകത്ത് അകത്ത് അകത്ത് ഇതിപ്പോ എവിടുന്നാ വന്ന് നിങ്ങളല്ലേ ഒരെണ്ണം എടുക്കാൻ അയ്യോടാ അല്ലേ ഞാൻ കൊണ്ടുപോവാണ് കൊല്ലില്ല കൈ കഴുക നീ ഏതുകൊണ്ട് കൈ കഴുക അങ്ങനെ പോരാ സോപ്പിട്ട് കഴുകി നീ ആ സോപ്പിട്ട് കഴുകാതെ കൈ കഴുകും സ്കിന്ന് വൃത്തിയില്ല വെടുപ്പില്ല തുടച്ചു പോയി മാറ്റാ മാറ്റ് നീ പോയി മാറ്റട്ടോ ഇതിപ്പോ ഓരോ എടുപ്പില്ല ഞാൻ കൈ കഴുകിട്ടാ നീ പോയി അത് മാറ്റും കൂടുതൽ വർത്താനം വേണ്ട മാക്സിലാണോ സാധാരണ തുടക്കല് ഈ തോർത്ത് എവിടെ വാഷ് ചെയ്തിടാൻ പറഞ്ഞത് ഈ ചെയറിലാണോ അതിനെ കൂട്ടി ഇടാൻ പറഞ്ഞിട്ടില്ലല്ലേ പലപ്പോഴും ഒരു കാര്യം കേൾക്കില്ല പറയുന്നത് വൃത്തികേടായിട്ട് നടക്കുക ഈ വീട് നശിപ്പിച്ചോ നീ എനിക്കാണോ അസുഖം ആണോ അതോ നിനക്ക് വൃത്തികേട്ടാണോ ആണോ ഞാൻ സാധാരണ ഒരു മനുഷ്യ സ്ത്രീയാണ് കേട്ടല്ലോ മനുഷ്യ സ്ത്രീ എത്ര നേരമായി ആ പല്ലി അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി പറയടി പല്ലിയോട് പോയി ചോദിച്ചിട്ട് വാ നിങ്ങള് നിനക്ക് ഇവിടെ എന്താ പണി ഇത് വൃത്തിയായിട്ട് നോക്കാതെ നിനക്ക് എന്താ പണി ഇവിടെ ഞാനിവിടെ വെറുതെ ഇരിക്ക എന്തേ വല്ല കുഴപ്പമുണ്ടോ ഇനി മര്യാദക്കല്ലെങ്കിൽ ഞാൻ വല്ല ഡോക്ടറെ കൂടെ കാണിക്കുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ ഡോക്ടറെ കാണിക്കാതെ എനിക്ക് ധൃതി അല്ലേ അല്ലാതെ നീ നിന്റെ വൃത്തിയുടെ മാത്രം ഉദ്ദേശമില്ല ഉദ്ദേശമില്ല നീ ഇങ്ങനെ തന്നെ ജീവിച്ചോ ജീവിക്കും ജീവിക്കേ ആ തോർത്തുകൊണ്ട് എടുത്തു ആ തോർത്തുകൊണ്ട് പാത്രം പിടിച്ചു വേണ്ട എനിക്ക് ഭക്ഷണം വേണ്ട എനിക്ക് ഇന്ന് ഭക്ഷണം വേണ്ട ചേട്ടൻ ഞാൻ ഇത് അലക്കി അവിടെ ഉണക്കി വെച്ചിരുന്ന തോർത്താണ് എന്തെങ്കിലും ആവട്ടെ എനിക്കിന്ന് ഭക്ഷണം വേണ്ട ഇതിപ്പോ ഞാൻ വെള്ളം കൊണ്ടൊന്ന് തുടച്ചേ ഉള്ളൂ ആയിക്കോട്ടെ എനിക്ക് വിശക്കുന്നില്ല നീ അപ്പോ അത് വിശക്കാതെ എനിക്ക് വിശപ്പില്ല ഞാൻ പുറത്തുനിന്ന് കഴിച്ചു നിങ്ങൾ അങ്ങനെ പുറത്തുനിന്ന് കഴിക്കില്ല എന്ന് എനിക്കറിയാം എന്നാലും എനിക്ക് വേണ്ട എനിക്കൊന്നും വിശപ്പില്ല ഇതിപ്പോ ആ പല്ലീനെ കണ്ടിട്ട് ഓർമ്മപ്പെടുത്തല്ലേ ഒരു പല്ലീനെ കണ്ടു എന്ന് പറഞ്ഞ പട്ടിണി എടുക്കണ എന്തിനാന്ന് എനിക്ക് വിശക്കുന്നില്ലെങ്കിൽ നിനക്ക് കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ട് എനിക്ക് വേണ്ട അങ്ങനെ ഭക്ഷണം വേണ്ടേ വേണ്ട ഉറപ്പാണോ തോർത്ത് അവിടെ നിന്ന് എടുത്ത് മാറ്റ്
ആ ഉറപ്പാണ്. എന്നാ പിന്നെ കഴിക്കണ്ട, ശരി അവിടെ ഞാൻ പോയിരിക്കും. ഇനി മേലെ ഇവിടെ ഒരു സാധനം ഞാൻ ഉണ്ടാക്കുന്നില്ല. എനിക്ക് വൃത്തിയില്ലല്ലോ, ഉണ്ടാക്കണില്ല. കഴിഞ്ഞില്ലേ? പൊന്ന് ദൈവമേ, ഇത് ഏത് സമയത്ത് എനിക്ക് തോന്നിയെന്നോ മനുഷ്യനെ. 1, 2, 3. സ്റ്റോപ്പ് പറഞ്ഞാ നിർത്തണ്ടേ? പിന്നെ തിരിച്ചോണ്ടിരിക്കാണ്. ഇപ്പൊ നമ്മള് ചിരിച്ചതാണ് പൊട്ടിച്ചിരി. പക്ഷെ നിങ്ങളൊക്കെ മനസ്സ് തുറന്നിട്ടല്ല ചിരിച്ചത്. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും യന്ത്രന്മാര് ചിരിച്ചാണെന്ന് നമുക്ക് മനസ്സിലായി. നിങ്ങളൊക്കെ മനസ്സിൽ ഇപ്പൊ ഭയങ്കര വിഷമാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും. അതെ. ഈ പ്രതിസന്ധികളെല്ലാം മനുഷ്യനെ ഇട്ടിട്ട് അങ്ങോട്ട് ഞെരിച്ചു കളയും. അപ്പൊ നമ്മുടെ ചിരിയെല്ലാം മാഞ്ഞു പോകും. ഇവിടെ വന്നിട്ട് ഈ ചിരിയിൽ പങ്കെടുത്തിട്ട് നിങ്ങളെ പഴയ പോലെ ആക്കി വിടുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. ഇപ്പൊ നോക്ക്, ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. ഇതുപോലെ നിങ്ങൾക്ക് സന്തോഷവാന്മാരാവാൻ പറ്റും. അതെ. നമ്മൾ എപ്പോഴും ചിരിക്കുമ്പോ ആദ്യമായിട്ട് എങ്ങനെയാണ് ചിരിക്കുക? പുഞ്ചിരിയാണ്. അത് നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ശരീരത്തിന് വ്യായാമം ഉണ്ടാവില്ല. അതെ. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സമാധാനമായിട്ടുള്ള ചിരി. അതെ. പതുക്കെ തുടങ്ങാം. ഞാൻ ചിരിക്കണ പോലെ എല്ലാവരും ചിരിക്കണം കേട്ടോളേ. കോഴിച്ചിരിക്കുന്ന പോലെ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ചിക്കൻ ലോ. ഞാൻ പറഞ്ഞില്ലേ കോഴിച്ചിരിയാ. അപ്പൊ ഈ ചിരി നമ്മൾ ചിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഗുണം എന്താണെന്നറിയാമോ? പുറമേയുള്ള കാറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് അത് വലിച്ചെടുക്കും. കാറ്റ് പറഞ്ഞ എന്താണ്? വായുവാണ്. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് നശിച്ച ദൂഷിച്ച ചിന്തകളുണ്ട്. ഈ ചിന്തകളെല്ലാം ഈ കാറ്റ് കറക്കി വട്ടം കറക്കിയിട്ട് ദേ പുറത്തേക്ക് തള്ളി അങ്ങ് വിടും. കണ്ടോളൂ നിങ്ങൾ. അതാ പോണ് കേട്ടാ, ദുഷിച്ച ചിന്തകൾ പോണ നോക്ക്. അങ്ങനെ പോവും. എവിടൊക്കെ നോക്കി ഇങ്ങോട്ട് നോക്ക്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ, അതൊക്കെ പോയില്ലേ? അടുത്ത ചെയ്യണ്ടേ? നിങ്ങൾ ഇതുപോലെ ചിക്കൻ ലോഫ് ഇരിക്കി. നിങ്ങൾ പടക്കോഴി ചിരിക്കണ പോലെയാണല്ലോ ചിരിക്കണത്. പൂവൻ കോഴി ചിരിക്കണ പോലെ ചിരിക്കി. നിങ്ങൾ കാട്ടുന്നത് കാട്ടിയ പോരാ, ശരീരം കളകണ്ടേ. അപ്പൊ നമുക്ക് അടുത്ത ചിരിയിലേക്ക് പോവാം. അടുത്ത ചിരി എന്താണ്? കളിയാക്കി ചിരി. എന്താണ് കളിയാക്കി ചിരി? നമ്മൾ മാന്യന്മാരാണ്, നമുക്ക് നല്ല അറിവുണ്ട്, വിവരമുണ്ട്, നമ്മൾ ചെയ്യണതൊക്കെ ശരിയാണ്. അപ്പൊ നമ്മൾ വേറൊരുത്തനെ കാണുകയാണ്. അവനെന്താണ്? പൊട്ടനാണ്, ഭ്രാന്തനാണ്, അവൻ ചെയ്യണതൊക്കെ വിഡ്ഢിത്തരാണ്. അപ്പൊ നമ്മൾ അവനെ കണ്ടിട്ട് ചിരിക്കും. ആ ചിരിയാണ് കളിയാക്കി ചിരി. അങ്ങനെ വേറൊരാളെ നോക്കി കളിയാക്കി ചിരിക്കുമ്പോ അറിയാണ്ട് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലൊരു സന്തോഷം ഉണ്ടാവില്ലേ? അപ്പൊ ഒന്ന് ശരിക്കും സാർ, ഇരിക്കും. എന്താ? ഇതെന്റെ ഭർത്താവാണ്. ശരി. വൃത്തിയാണ് സാർ പ്രശ്നം. വൃത്തി എന്ന് വെച്ചാ ഒരുമാതിരി വൃത്തികെട്ട വൃത്തി. എന്താണ് ഈ വൃത്തികെട്ട വൃത്തി? ഇത് പറയട്ടെ. പറയൂ. എല്ലാത്തിനും ഒരു ഓവർ വൃത്തിയാ. കൈ കഴുകിക്കൊണ്ടേയിരിക്കും. ശരി. നമ്മള് പാത്രം കഴുകി കൊടുത്താലും പുള്ളിക്ക് ഇഷ്ടപ്പെടില്ല. പുള്ളി വീണ്ടും വന്ന് വീണ്ടും കഴുകിക്കൊണ്ടിരിക്കും. പിന്നെ വീട്ടില് ഭയങ്കര വഴക്കാവും. അങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ ഓവർ വൃത്തി. അല്ല സത്യേട്ടാ, ഇതിപ്പോ ഇവർക്ക് വൃത്തിയില്ലാത്താണോ അതോ ഈ മാഷക്ക് വൃത്തി കൂടിയതാണോ പ്രശ്നം? അത് നിങ്ങൾക്കൊരു പക്ഷേ വൃത്തിക്കുറവുള്ളത് കൊണ്ട് ഭർത്താവിന് അങ്ങനെ തോന്നാനും സാധ്യതയുണ്ട്. അതാ സാറേ, ഓ നിങ്ങൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, ഞാൻ അല്പസ്വല്പമൊക്കെ വൃത്തി സൂക്ഷിക്കുന്ന ഒരാളാണ് എന്നുള്ളത് സത്യം. ശരി. എനിക്കിപ്പോ ഭക്ഷണം കഴിക്കാൻ ഒരു പാത്രം എടുത്ത് ഇവിടെ ഒന്ന് വാഷ് ചെയ്ത് തരും. അതിന്റെ പക്കത്ത് എന്തെങ്കിലും ഒന്ന് ഞാൻ കാണും.
ഞാൻ ഒന്നും കൂടി വാഷ് ചെയ്താൽ ഇവൾക്ക് സംശയമായി. അത് തെറ്റല്ല, അത് തെറ്റല്ല. ഇതാരുടെ പ്രശ്നമാണ്? അത് എന്ത് പറഞ്ഞാലും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ. അത് കണ്ടുമ്പോൾ ഒന്ന് ചെയ്യണോണ്ട് ഒരു കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കൈ ഒരു പ്രാവശ്യം സോപ്പിട്ട് കഴുകി വിചാരിക്കുക, വൃത്തിയായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ കഴുകണേൽ കുഴപ്പമില്ല. നിങ്ങൾ പറയണതൊക്കെ ഞാൻ സമ്മതിച്ചു. ഇനിയിപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം ഞാൻ പറയാം. ശരി. ഒരു പെൺകുട്ടി എന്തോ സുഖമില്ലാത്തത് കൊണ്ടോ വീടിന്റെ മുമ്പിൽ, കറക്റ്റ് ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ എത്തിയപ്പോ ഛർദിച്ചു. അങ്ങനെ ഛർദിക്കണത് പുള്ളിക്കാരൻ കണ്ടു. അപ്പൊ തുടങ്ങി വീട്ടില് ബഹളവാ. എന്നെ കൊണ്ട് വീട് കഴുകിച്ചു, ഭിത്തി മുഴുവൻ കഴുകിച്ചു. അന്നേരം ഞങ്ങൾ രണ്ടുപേരും ഇട്ടുകൊണ്ട് നിന്ന ഡ്രസ്സ് മുഴുവൻ കഴുകിച്ചു, ചെരുപ്പ് വരെ കഴുകിച്ചു, ഗേറ്റ് എല്ലാം എന്നെ കൊണ്ട് അന്ന് കഴുകിച്ചു. അന്ന് ഭയങ്കര വഴക്കുമായിരുന്നു. അതെന്ത് വൃത്തിയാണ് സാറേ? 1 സെക്കൻഡ്, ഒരു മിനിറ്റ് കേട്ടോ. ഇവനെ കൊണ്ട് എന്ത് ചെയ്യും? അകപ്പെടും. ഇവനും മുഴുത്ത ഭ്രാന്താണ്. എന്തായാലും വന്നല്ലേ, ഒരു മാസം കൂടെ ചികിത്സിക്കാം, നമുക്കുള്ള കാശ് മേടിക്കാൻ. ചികിത്സിക്കെന്ന് പറഞ്ഞാൽ ആര് നോക്കും? ഇവനെ കൊണ്ട് നോക്കാൻ പറ്റില്ല. മാറും. നമുക്കൊരു കാര്യം ചെയ്യും, ഒരു 4 ദിവസവും ഇവരെ കുളിപ്പിക്കണ്ട, ഒരു 3 ദിവസവും കഴുകാത്ത പാത്രത്തിൽ തിന്നാൻ കൊടുക്കുക, പിന്നെ വൃത്തികരമായ സ്ഥലത്തൊക്കെ അവിടെ നിർത്തുക. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ വൃത്തിയൊക്കെ പൊക്കോളും. മാറിയിട്ട് നമ്മളെന്താ നോക്കണം? നമുക്ക് കാശ് മേടിച്ചെടുക്കാൻ നോക്കാം. അപ്പോ എന്താ അറിയോ, പറഞ്ഞതിൽ വിഷമമുണ്ട്. സത്യത്തില് നിങ്ങളുടെ കെട്ടിയോനെ ഒരു അസുഖമുണ്ട്. അപ്പൊ അതിന് ട്രീറ്റ്മെന്റ് വേണം. നിങ്ങൾക്കെങ്കിലും ഇത് മനസ്സിലായല്ലോ. ഞാനിത് വീട്ടിലുള്ളവരോട് പറഞ്ഞിട്ട് പോലും ആർക്കും മനസ്സിലായിട്ടില്ല. ഒരു ദിവസം ഒരു ബ്രഷ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് നമ്മൾ പുതിയത് കൊടുക്കണം. പിന്നെ ആ ബ്രഷ് ഉപയോഗിക്കില്ല. കുളി കഴിഞ്ഞാൽ ആ സോപ്പ് അപ്പൊ തന്നെ ഒട്ടിച്ചു കളയും. ഓരോ ദിവസവും ഓരോ സോപ്പ് ഓരോ ബ്രഷും വേണം. ബ്രഷ് ദിവസം മേടിക്കാണ്ടിരിക്കാൻ ഒരു പണിയുണ്ട്. ഉമിക്കരിയില്ലേ, അതിൽ ഉപ്പ് കൂട്ടിയിട്ട് ഇങ്ങനെ പൊടിക്കുക, എന്നിട്ട് ഇത് വിരലിൽ ഇങ്ങനെ ഒപ്പിയിട്ട് ഇങ്ങനെ തേച്ചാൽ മതി. അതെ, ശീതളൻ ഒരു സെക്കൻഡ് ഒന്ന് വരും. നിങ്ങൾ സംസാരിച്ചതിൽ നിന്ന് സത്യത്തിൽ അസുഖം നിങ്ങൾക്കല്ല, നിങ്ങളുടെ ഭാര്യയ്ക്കാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞു കേട്ടപ്പോഴാണ് മനസ്സിലായത്, നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങളുടെ ഭാര്യയ്ക്ക് വൃത്തിയില്ല. അതിന് ഒറ്റ വഴിയുള്ളൂ, നിങ്ങൾ ഒരു മാസം നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത് വിട്ടു നിൽക്കുക. നിങ്ങൾക്ക് ചികിത്സയാണെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് നിന്നാൽ മതി. നിങ്ങൾ കൂടെ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് വൃത്തി തന്നെ ഉണ്ടായിക്കോളൂ. അപ്പൊ ട്രീറ്റ്മെന്റ് നടക്കി ഇവിടെ നിൽക്കാൻ മാറി കിട്ടിയാൽ മതി. ഒന്ന് വൃത്തിയിൽ കാര്യങ്ങൾ ചെയ്താൽ മതി. എനിക്ക് സിമ്പിൾ ഈസി. അപ്പൊ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ട്. ഒരു മാസത്തെ ട്രീറ്റ്മെന്റിന് തയ്യാറാണ്. അപ്പൊ എല്ലാം ശരിയാവും. വൃത്തിയെ കുറിച്ചിട്ട് അമേരിക്കയിലുള്ള ഒരു വലിയ മനഃശാസ്ത്രജ്ഞൻ ഒരു പ്രബന്ധം എഴുതിയിട്ടുണ്ട്. അറിയോ എന്താന്ന്? അയാളുടെ തീസിസിൽ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഈ വൃത്തി എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യരുടെ മനസ്സിന്റെ അടിയില് ബോധത്തിന്റെയും അബോധത്തിന്റെയും ഇടയിൽ അന്തർലീനമായി കടന്നുകൊണ്ടിരിക്കുന്ന വികാരങ്ങളെ പുറത്തേക്ക് തള്ളി വിടുന്നതാണ് ഈ പ്രവൃത്തിയിലൂടെ വരുന്നത്. മനസ്സിലായില്ല നിങ്ങൾക്ക്? അവർക്ക് മനസ്സിലായി. അത്രയേ ഉള്ളൂ. ഇതൊന്നുമില്ല, ഇത് മനസ്സിന്റെ ഒരു തരം ഭ്രമാത്മകതയാണ്. അല്ല, ഇത് മാനസിക രോഗമാണോ? ഇത് മാനസിക ഉല്ലാസത്തിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ ട്രീറ്റ്മെന്റ്. അതെ, അത്രേ ഉള്ളൂ. ഒരുപാട് രോഗികൾ ഇവിടെ വരാറുണ്ട്. അപ്പൊ തന്നെ ഒരു മാസം കഴിഞ്ഞാൽ മാറിയിട്ട് പോവാറുണ്ട്. ആണോ? അപ്പൊ ഈ ഫീസ് ഒക്കെ എങ്ങനെ? അയ്യേ, ഫീസ് ഒന്നുമില്ല ഫീസ് ഒന്നും വേണ്ടേ? അതായത് ഒരു ദിവസം നമ്മൾ 2 മണിക്കൂർ ക്ലാസ് എടുക്കും. അപ്പൊ ഒരു ക്ലാസ് സാർ എടുക്കും, ഒരു ക്ലാസ് ഞാനും എടുക്കും. 500 രൂപ ഫീസ്. 500 രൂപയല്ല, 1000 രൂപ വരും. അതായത് 500 രൂപ വരും,
അല്ല ഈ സാറിനും 500 രൂപ എനിക്ക്. അങ്ങനെ ടോട്ടൽ 1000 രൂപ. അങ്ങനെ അപ്പൊ എന്നാ നാളെ തന്നെ കൊണ്ടാക്കാം അല്ലേ? എന്തിനാ നാളെ ഇവിടെ നിന്നോട്ടെ. അതെ, ഞാൻ ഇവിടെ നിന്നോളാം. ആ ഇന്നിവിടെ നിൽക്കുവോ? ഓ, ഞാൻ പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാം. അതാണ് നല്ല. എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഒരു മാറ്റണ്ടേ? പിന്നെന്താ. അല്ലെങ്കിൽ ഇങ്ങനെ എന്റെ സമ്മതിക്കില്ല. ഭാര്യയ്ക്ക് വേണ്ടിട്ട് ഞാൻ എന്തും സഹിക്കും, സഹകരിക്കും. എന്നാ ഞാൻ പോയിട്ട് വരാം. കാശ് എടുത്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും അഡ്വാൻസ് കാശൊക്കെ എടുത്തിട്ട് വന്നോളൂ. ഇട്ടോളെ. ശരി. പിന്നെ വരാം. ഒരു കാര്യം പറയാനുണ്ട്. എന്റെ ഡ്രസ് വാഷ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിൽ ആ വൈറ്റ് ഡ്രസ് ഉള്ളത് മാത്രം ബാഗിലാക്കിയിട്ട് മാത്രം കൊണ്ടുവന്നാണ്. പിന്നെ ഒരു സാറേ, ഇവിടെ എത്ര ദിവസം നിൽക്കണം? 1 മാസം. 30 ബ്രഷ് മേടിച്ചോ. സോപ്പ് അത് ഇവരുടെ സോപ്പാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം റെഡിയാണ്. ശീതളം വരും. സമാധാനായി. സമാധാനായി സാറേ. നല്ല അസുഖമുണ്ട്. ഇപ്പൊ ട്രീറ്റ്മെന്റ് ചെയ്തില്ലെങ്കിൽ ഇത് വേറെ രീതിയിൽ വളർന്ന് പന്തലിച്ചു പോകും. വീട്ടിലിത് പറയും തോറും തർക്കം ഉണ്ടാവുകയാണേ, വഴക്കുണ്ടാവുകയാണ്. അപ്പോ ഇത് ഇവിടെ വരണം എന്ന് ഇവള് പറയുമ്പോഴും ഞാൻ ആദ്യം സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് മനസ്സിലായി വരണല്ലോ. കാരണം ഇവള് ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ ഇത് ഇവിടെ ഒന്നും വന്ന് കാണിക്കാണ്ട് പറ്റില്ലല്ലോ. അങ്ങനെ പോകുന്നതാണ്. നല്ല തീരുമാനമായി. അത് സാർമാർക്ക് മനസ്സിലായി എന്നുള്ളതാണ് എന്റെ വിജയം. നമുക്കത് മനസ്സിലാവും. ആ നിലയ്ക്ക് അതൊക്കെ പഠിച്ചു കഴിഞ്ഞിരിക്കേ. പിന്നെ ഇതുപോലത്തെ ഒരുപാട് കേസുകളുണ്ട് ഇവിടെ. ഉണ്ടല്ലേ? അയ്യോ, എത്രയേ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോയാലോ? അവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് നമ്മളെ പോലെ. ഇവിടെ അവരൊക്കെ ഒന്ന് പരിചയപ്പെടണ്ടേ? ഒരു ചായ ഒക്കെ കുടിക്കാം നമുക്ക്. എനിക്ക് ഇനിയിപ്പോ നമ്മളൊക്കെ ഒന്നാണേ. എന്താണ് ഇനി അങ്ങനെയൊന്നുമല്ല. ഇതൊക്കെ തൊട്ടും പിടിച്ചൊക്കെ വേണം. ഒരു പായല് വേണം എല്ലാവരും കടക്കാനൊക്കെ. നടക്ക്. എന്താണ് കടന്നോ സാറേ? ഇതിന്റെ അകത്തൊന്നുമില്ല. നടക്കാണ്. ഇത് ഡോക്ടർ സുഗതൻ. ഇത്തരം അസുഖങ്ങളെ പറ്റി മാത്രം പഠിച്ചിട്ട് പാസ്സായ ആളാണ്. അപ്പോ ഇദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി നമുക്ക് ചോദിക്കാന്ന് വിചാരിച്ചിട്ട് വിളിപ്പിച്ചാണ്. സാറേ, ഇദ്ദേഹം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. ഇത് ഇദ്ദേഹത്തിന്റെ ഭാര്യയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ അസുഖം ഇപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, വേറെ ഏതെങ്കിലും ഒരാള് ഒരു അസുഖം ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ അസുഖം തനിക്കുണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്കിത് മജോ മാഫിയയിൽ പെടുത്താവുന്ന അസുഖമല്ലേ ശരിക്കും? അല്ലേ? ഇതിന് നമ്മള് മെജോ മാഫിയ എന്നാണ് പറയാ. എന്താ നിങ്ങളുടെ പേരെന്താണ്? പാരിജാതൻ. പാരിജാതൻ ഇപ്പൊ എന്താണ് തോന്നുന്നത്? സാറേ, ഞാൻ ഇവളോട് തുറന്നു പറയാഞ്ഞിട്ടാണ്. എന്റെ 2 കിഡ്നിയും പോയി കിടക്കുകയാണ് സാറേ. ഈ 2 കിഡ്നി പോയി നിങ്ങളോട് ആരാ പറഞ്ഞത്? ഞാൻ ആരോഗ്യ മാസികയിൽ വായിച്ചിട്ടുണ്ട്. കിഡ്നി ഫെയിലിയർ ആകുമ്പോഴാണ് കവിള് വീർത്ത് വരണേന്ന്. എന്റെ കവിള് 2 വീർത്ത് വരണുണ്ട് സാറേ. എന്റെ സാറേ, കിഡ്നിക്കൊന്നും ഒരു കുഴപ്പമില്ല. വെറുതെ ഇരുന്ന് പറയാണ്. എന്നെ കെട്ടണ സമയത്ത് ഇതിലും വീർത്തിരുന്നതാ കവിള്. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തൊക്കെ അസുഖം തോന്നുന്നത്? വേറെ എനിക്ക് ഡിസ്ക് കംപ്ലൈന്റ് ആയതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് എഴുന്നേറ്റ് കിട്ടണില്ല. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 കിഡ്നിയും പോയിരിക്കണു, ഡിസ്കിനും കംപ്ലൈന്റ് ആണ്. 2 അറ്റാക്കും കഴിഞ്ഞാണ് സാറേ എനിക്ക്. അതെപ്പോ? അത് സൈലന്റ് അറ്റാക്ക് ആയിരുന്നു. ഞാൻ നിന്നോട് പറയാഞ്ഞിട്ടല്ലേ. കിടന്നുറങ്ങുമ്പോഴാണ് സാറേ 2 തവണയും വന്നത്. എന്നിട്ട് കുഴപ്പമൊന്നുമില്ലാണ്ടെങ്കിൽ ഇരിക്കണല്ലോ. ദൈവത്തിന്റെ കുരുത്താണത്. വേറെ എന്തെങ്കിലും അസുഖം തോന്നുന്നുണ്ടോ? സാറേ, എനിക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ കണ്ണൊന്ന് ശരിക്കും തെളിഞ്ഞു കിട്ടണില്ല. ഇത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. പിന്നെ എനിക്ക് ഇവളൊക്കെ അടുത്ത് വന്നിരുന്നാൽ കാണാനേ പറ്റാറില്ല രാവിലെ. എന്നാലേ അത് തിമിരത്തിന്റെ അസുഖമാനാണ് സാധാരണ. തിമിരം കണ്ട, ഞാൻ പറഞ്ഞില്ല തിമിരത്തിന്റെ. നീ എന്താ പറഞ്ഞ? എനിക്ക് സംശയമാണെന്ന്. തിമിരത്തിന്റെ ആണ് സാർ അത്. നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുമ്പോ കണ്ണിലിങ്ങനെ ഒരു ബ്ലാക്ക് ഇങ്ങനെ വരുന്നുണ്ടോ? വരണുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞരമ്പിന്റെ പ്രഷർ കൂടിയാലും വരും. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 5 കൊല്ലത്തിന്റെ ഉള്ളിലൊക്കെ ചിലരുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടും. കാഴ്ച പോവല്ലേ സാർ? അതാണ്. അപ്പൊ 29. 29 സാറേ, 27 രോഗങ്ങളാണ് എനിക്ക് ഉണ്ടായത്. 2 എണ്ണം കൂടി കണ്ടുപിടിച്ചില്ലേ? 29 ആയി.
ഒന്നിനും കൊള്ളൂല സാറേ, വെറുതെ ഈ ബോഡി. നിങ്ങളുടെ പ്രശ്നം ഈ പറഞ്ഞ അസുഖങ്ങളെല്ലാം എനിക്കുണ്ട് എന്നുള്ള തോന്നൽ മാത്രമാണ്. അതായത് മാനസിക രോഗം. അപ്പൊ 30 ആയല്ലേ സാറേ? ഇല്ല, ഈ 29 അസുഖങ്ങളെ കൂട്ടിയിട്ട് നമ്മൾ ഒരു അസുഖമാക്കി മാറ്റിയിട്ടുണ്ട്. അതാണ് മാനസിക രോഗം. അതിനാണ് ട്രീറ്റ്മെന്റ്.